അതിനുശേഷം പിന്നീട് വന്നത് മതത്തിലേക്ക് പോകാനാണ്, അതായത് ഇസ്ലാം മതത്തിലേക്ക് പോകുവാനാണ് ഈ കുടുംബത്തോട് ആവശ്യപ്പെട്ടത്. അതിനു തയ്യാറാകാതെ ഇരുന്നപ്പോൾ ഭീഷണിയായി, ഉപദ്രവമായി, കള്ളക്കേസുകളായി. എന്നിട്ട് വേഗം പൊക്കോളാൻ പറഞ്ഞു ഞങ്ങളോട് പൊന്നാനിക്ക്. പൊന്നാനി ഞങ്ങളാരും പൊന്നാനി എന്തിനാ മതം മാറാൻ? എടാ വർഗീയവാദി, ഒരു നാടിന്റെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്താൻ നിന്നെപ്പോലെയുള്ള വർഗീയ കോമരങ്ങൾ ശ്രമിക്കുമ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോകുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഞങ്ങൾ അക്കൂട്ടത്തിൽ പെടില്ല. കൃത്യമായി മറുപടി തരും. നീയൊക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? പൊന്നാനിയിലേക്ക് മതം മാറ്റാൻ അല്ലടോ പോലീസുകാർ ആ അമ്മമാരോട് പോകാൻ വേണ്ടി പറഞ്ഞത്. ഈ 3 അമ്മമാർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അത് ഏത് അറ്റം വരെ ഞങ്ങൾ പോവാൻ തയ്യാറാണ്. അതിനാര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എടാ വർഗീയവാദി, നീയൊക്കെ കണ്ടുപിടിക്കേണ്ടതാ ഈ അമ്മയുടെ ഒക്കെ മനസ്സിനെയാണ്, ഈ പ്രതികരണ ശേഷിയുള്ള ഈ വാക്കുകളെയൊക്കെയാണ് നീയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു എന്ന്. എൻ്റെ വീടിൻ്റെ 3 ഭാഗവും ഇസ്ലാം മത വിശ്വാസികളാണ്. കാരണം ഇതില് 6 പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. സ്വാഭാവികമായിട്ട് ഈ അവതാരകനായാലും മറ്റുള്ളവരായാലും ഒരു ടാർഗറ്റ് ചെയ്തിട്ട് പറയുന്നത് STP ആണ്. നിങ്ങളൊരു മതവർഗീയത്തെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ ഈ 3 പേർക്കും ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹായ് പ്രിയമുള്ളവരെ, മലപ്പുറത്താണ്, ആലങ്കോട് പഞ്ചായത്തിലെ ചിയാനൂർ പ്രദേശത്താണ്. പറയാൻ വേണ്ടി പോകുന്നത് ഒരു വർഗീയ കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കത്തെക്കുറിച്ച് തന്നെയാണ്. പ്രകൃതി രമണീയമായ പ്രദേശം. ദാ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, തൊട്ടിപ്പുറത്തൊരു മുസ്ലിം ആരാധനാലയമുണ്ട്. അതായത് മതസൗഹാർദ്ദത്തിൻ്റെ 2 ചിഹ്നങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മണ്ണിലാണ് ചില വർഗീയ കോമരങ്ങൾ വർഗീയ വിത്ത് പാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആ നാടകം ഞങ്ങളിവിടെ പൊളിക്കുകയാണ്. ആ നാടകത്തിലെ മികച്ച നടിമാരെയും മികച്ച നടന്മാരെയും അത് സംവിധാനം ചെയ്ത അതിന് പിന്നിലെ സംഘാടകരെയും ഞങ്ങളിവിടെ തുറന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കാണുക, എല്ലാ ആളുകളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ കലാപം കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരള പോലീസും സർക്കാരും കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് കൃത്യമായ നടപടിയെടുക്കേണ്ട ഒരു വലിയ വിഷയമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക്, അധികാരികളുടെ മുന്നിലേക്ക്, സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ ആ കഥ പറയാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ലഹരി മാഫിയ വളർന്നു വരുന്നു. ഈ പ്രദേശത്തിന് ഭീഷണിയായി അവർ മാറുന്നു. സ്വാഭാവികമായും ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ രംഗത്ത് വരുന്നു. ഇരു വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, സംഘർഷങ്ങളുണ്ടാകുന്നു. അങ്ങനെ കേസാകുന്നു, പ്രശ്നങ്ങളാകുന്നു, മുന്നോട്ട് പോകുന്നു. ലഹരി മാഫിയക്കെതിരെ തുറന്ന യുദ്ധത്തിന് ചിയന്നൂർ പ്രദേശത്തെ ആളുകൾ രംഗത്ത് വന്നതോടുകൂടി ആ മാഫിയ സംഘത്തിന് രക്ഷയില്ലാതെയാവുന്നു. ആ മാഫിയ സംഘത്തിൽ മുസ്ലിങ്ങളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, അങ്ങനെ എല്ലാവരുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരു മതസൗഹാർദ്ദമുണ്ട് എന്നർത്ഥം. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവർക്ക് നിലനിൽപ്പില്ലാതെയാവുന്നു. ഇവർക്കെതിരെ ഇവിടെ കേസുകൾ വരുന്നു. അവസാനം ഈ 6 പേർക്ക് ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നു. ആ സാഹചര്യമാണ് ഇവിടെ വർഗീയ വിഷയമായി ആ അവതാരകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഈ 3 അമ്മമാരുടെ 3 മക്കൾക്കെതിരെയും കേസുകൾ വന്നു. ഈ 3 മക്കളും ഒളിവിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് ഇതിനെതിരെ രംഗത്ത് വന്ന നല്ലവരായ നാട്ടുകാർക്കെതിരെ ഒരു വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടാണ് ഈ 3 അമ്മമാർ ഈ രീതിയിൽ ഞങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു, ഞങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് ഓഫറുകൾ നൽകുന്നു. പക്ഷേ ഞങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആർജവത്തോടെ സംസാരിച്ചു എന്നാണ് ഈ അമ്മമാർ പറയുന്നത്. പച്ചക്കള്ളമാണ് ഇത്. കാദർ കരിപ്പൊടി മാത്രം പറയുന്നതല്ല. ഈ അമ്മമാരെ അറിയുന്ന, ഈ അമ്മമാരുടെ കൂടെ സംസാരിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർ സത്യം പറയട്ടെ.
അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഞങ്ങളെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് അറ്റം വരെ പോകാൻ തയ്യാറാണ്. കാരണം അതാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ. കാരണം ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടും ഞങ്ങളിവിടെ എല്ലാവരും ഇവിടെ ഒപ്പും കാര്യങ്ങളും ശേഖരിച്ചിട്ട് ഇവിടെ ഒരു മാസ് പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അതിൻ്റെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടായി, ഇവിടെ എല്ലാവർക്കും അറിയണതാണ്. ഇപ്പോൾ അവർ 2-3 ദിവസം മുന്നേ ഒരു മീഡിയയിൽ അവർ പുറത്ത് ചർച്ചയിൽ വരുന്നത് അവരെ മതം മാറ്റുകയാണ്, പിന്നെ അവരെ പാർട്ടിയിൽ ചേരാൻ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ നുണപ്രചരണമായിട്ടാണ് പുറത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ സമ്മതിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് കല്ല് വെച്ച വലിയൊരു നുണയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഇവർക്ക് ഈ 3 സ്ത്രീകൾക്ക് മാത്രമുള്ളൂ ഇങ്ങനെ ഒരു കാര്യം ഇവർ ഓഫർ ചെയ്തിട്ടുള്ളത്. ബാക്കി ആർക്കും ഇങ്ങനത്തെ ഒരു കാര്യം, കാരണം എല്ലാവർക്കും അറിയണതാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അതായത് ഇവർ പറയുന്നത് ഈ 3 സ്ത്രീകളെ മാത്രമാണോ ഇങ്ങനെ മതപരിവർത്തനത്തിന് വിളിച്ചിട്ടുള്ളത്? ഇവിടെയും ഒരുപാട് ഹിന്ദു സഹോദരിമാരില്ലേ? ഇവിടെ നോക്കൂ. ഈ നാട്ടിലെ ഈ 3 പേർക്ക് മാത്രം ഈ പ്രശ്നം വരാനുള്ള കാരണമാണ് ഇവർ കൃത്യമായി പറഞ്ഞു തരുന്നത്. ഈ ലോക്ക്ഡൗൺ ഈ കൊറോണ സമയത്ത് കാലയളവിൽ ഇപ്പോൾ നമുക്ക് 1.5-2 വർഷമായിട്ട് ഈ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമുക്ക് ഒരുപാട് കിറ്റും കാര്യങ്ങളൊക്കെ സഹായമായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളോട് മതം മാറാനോ അല്ലെങ്കിൽ നമ്മളെ പാർട്ടിയിലേക്ക് ചേരാനോ ഇന്നേ വരെ ഒരു കിറ്റ് കൊടുത്തിട്ട് നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആരും പറയൂല, ആരും പറയില്ല. അതിലൊരു ലോജിക്കില്ല. അത് കേൾക്കുന്നവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിൽ എടാ വർഗീയവാദി, ഒരു നാടിൻ്റെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്താൻ നിന്നെപ്പോലെയുള്ള വർഗീയ കോമരങ്ങൾ ശ്രമിക്കുമ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോകുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഞങ്ങൾ അക്കൂട്ടത്തിൽ പെടില്ല. കൃത്യമായി മറുപടി തരും. നീ ഇനി എവിടെയൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നുവോ അതിനൊക്കെ ചുട്ട മറുപടി പൊളിച്ചടുക്കിക്കൊണ്ട് നൽകുക തന്നെ ചെയ്യും. വ്യൂസിന് വേണ്ടിയിട്ട്, ലൈക്കിന് വേണ്ടിയിട്ട്, കമൻറ്റുകൾക്ക് വേണ്ടിയിട്ട്, യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും റവന്യൂവിന് വേണ്ടിയിട്ട്, ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തടയുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ പ്രതിപട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാം, അതിൽ മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അതിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ഹിന്ദു മതത്തിനെ മാത്രം ചൂഷണം ചെയ്തെന്ന് ഇവർ പറയണത്? അങ്ങനെ ഒരിക്കലും വരില്ല അതിൽ. അപ്പം നമുക്ക് പറയാനുള്ള അതാണ്, ഇത് നുണ പ്രചരണമാണ് ഇവർ നടത്തുന്നത്. ബോംബാണ് അത്, ശരിക്കും ഒരു ബോംബാണ്. എല്ലാവരും പൊട്ടിച്ച് അത് വിവരമുള്ളവർക്ക് അത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏത് രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത് അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതേ പറയാനുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ഇവിടെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കണം. വരും തലമുറകൾക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. കാരണം ഇപ്പോൾ അവർ ഒരു ചെറിയൊരു ചെടിയാണ് അവർ. ഈ ചെടിയുടെ കൊമ്പും ചില്ല ഇന്ന് നമുക്ക് ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ അത് വലുതായി വലിയൊരു മരമായി മാറുകയാണ്. ആ മരത്തിനെ തടയാനോ തകർക്കാനോ നമുക്ക് ആ സമയത്ത് പറ്റില്ല. ഈ സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാർ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ഇറങ്ങിയിട്ടുള്ളത്. അത് ഏത് അറ്റം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതിനാരും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതാണ് ആർജവം. യഥാർത്ഥത്തിൽ നിന്റെ നാടകത്തിന് വേണ്ടിയിട്ട് നടിമാരഭിനയിച്ച ആ അമ്മമാരല്ല യഥാർത്ഥ മനുഷ്യർ. ഇവരാണ് മതസൗഹാർദ്ദത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങൾ. ഇവരാണ്. നമുക്ക് ഇവരോട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. മണികണ്ഠൻ അല്ല പേര്? എൻ്റെ പേര് ശശി. മണികണ്ഠനും ശശിയുമാണ് നമ്മുടെ കൂടെയുള്ളത്. എന്താണ് ഈ വിഷയത്തിൻ്റെ ഒരു സത്യാവസ്ഥ? ഈ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ചതും ഇവിടെ അടുത്തുള്ള ഒരു ആരോഗ്യ ഹെൽത്ത് സെൻ്ററിലാണ്. വളർന്നിട്ട് എനിക്കിപ്പോൾ വയസ്സ് 29 കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വർഷമായി ഞാനിവിടെ ജനിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ എന്നോട് വന്നിട്ട് എനിക്ക് ഇന്ന രീതിയിലുള്ള സഹായം ചെയ്തു തരാം അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് മതത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കോ ചേരാൻ വേണ്ടി എന്നോട് ആരും നിർബന്ധമായി പറഞ്ഞിട്ടില്ല. അതായത് ഈ പ്രദേശത്തുള്ള ഇവരുടെ വീട്ടിലേക്ക് മതം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും പോയിട്ടില്ല. മറിച്ച് സൗഹൃദത്തിൻ്റെ പേരിൽ ആളുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ എല്ലാവിധ ജാതി മതത്തിലുള്ള എല്ലാവരും എൻ്റെ വീട്ടിൽ വരാറുമുണ്ട്. ഞങ്ങൾ ഒത്തൊരുമിച്ചിരിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ 3 ഭാഗവും ഇസ്ലാം മത വിശ്വാസികളാണ്. ഞങ്ങൾ അവരുമായി നല്ല സൗഹൃദത്തിലാണ്, ഒത്തൊരുമയോടെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എല്ലാം നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഈ 3 അമ്മമാർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? എൻ്റെ ഇത്രയും കാലത്തെ ജീവിത രീതിയിൽ വെച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുപോയിട്ട് കൊടുത്ത ഒരു വർത്താനം പോലും ഇന്ന് അവർ എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. അതായത്
എൻ്റെ ഒരു അഭിപ്രായമാണ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ ഈ 3 പേർക്കും ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമയെ വെല്ലുന്ന തിരക്കഥയിൽ കൃത്യമായ അഭിനയം കാഴ്ചവെച്ച നല്ല മിടുക്കികളാണ് ഈ 3 അമ്മമാർ. ഈ അമ്മമാരുടെ പ്രായത്തിലുള്ള ആളുകൾ എൻ്റെ വീട്ടിലുമുണ്ട്, എൻ്റെ കുടുംബത്തിലുമുണ്ട്. പക്ഷേ സമൂഹത്തിന് നിരക്കാത്ത ഈ ചെയ്ത നിങ്ങളെ ഒരിക്കലും നിയമത്തിൻ്റെ മുന്നിൽ വെറുതെ വിടുകയില്ല. കൃത്യമായ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഈ നാട്ടുകാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 3 അമ്മമാരുടെ മക്കളെ എന്തിനാണ് ഈ നാട്ടുകാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത്? ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഇത്രയും വർഷമായി. പക്ഷേ ഇവരൊക്കെ ഈ 3 അമ്മമാരുടെയും മക്കളൊക്കെ ഇവിടെ വന്ന് താമസമാക്കിയവരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ചില സ്വഭാവങ്ങളും അവരുടെ ഒരുപാട് സുഹൃത്തുക്കളും അസമയത്തും അല്ലാതെയും വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ട് പാടത്തിൻ്റെ വയലോരത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ ചെറിയ തർക്കങ്ങളും വാസ്തർക്കങ്ങളും പിന്നെയുള്ള പല വിഷയങ്ങളുണ്ടായി മാറിയത്. ഈ അസമയത്ത് വരുന്നതിനെ പറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് ഇവരെ ഈ ഇങ്ങനത്തെ പുറത്തുനിന്നുള്ള ആൾക്കാർ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 മണിയൊക്കെ കഴിയും. 10 മണിക്ക് ശേഷം 11 മണിക്ക് 2 മണിക്കുള്ളിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവർ ലഹരി മാഫിയ ബന്ധമുള്ള ആളുകളാണ്? തീർച്ചയായിട്ടും സംശയിക്കേണ്ടത്. കാരണം പല സമയങ്ങളിൽ അവിടെ വന്നിരുന്ന് പോകുന്ന സ്ഥലത്തും കുപ്പികളും അതുപോലെ തന്നെ ലഹരി പൊതിഞ്ഞിടുന്ന വസ്തുക്കളും പൊതിഞ്ഞിടുന്ന പേപ്പറുകളും വരെ ഈ വഴിക്കുന്നും അവരിയ്ക്കുന്നിടങ്ങളും കിട്ടിയതായിട്ട് പറഞ്ഞവരുണ്ട്. അർദ്ധരാത്രിയിൽ മദ്യവും കഞ്ചാവും കച്ചവടം ചെയ്യുന്ന ആളുകളെ പൂമാലയിട്ട് സ്വീകരിക്കണം എന്നാണോ ഈ അവതാരകനും ഈ അവതാരകൻ്റെ പിന്നിലുള്ള സംഘാടകരും ഈ അമ്മമാരും പറയുന്നുള്ളത്? ഒരു നാടിൻ്റെ തന്നെ സമാധാനത്തെ തകർക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും ആ നാട്ടിലെ എല്ലാവരും, അതിൽ ഹിന്ദു ഉണ്ടാകും, അതിൽ മുസൽമാൻ ഉണ്ടാകും, അതിൽ ക്രിസ്ത്യാനി ഉണ്ടാകും, എല്ലാ വിഭാഗക്കാരും അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒത്തൊരുമയോടുകൂടി എതിർത്തപ്പോൾ 3 പേരുടെ കാര്യം മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ, ഈ 3 പേരുടെ കാര്യം എന്തിനായിരിക്കും പറയുക? കാരണം ഇതിൽ 6 പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇതിൽ 6 പേരുണ്ട്, പക്ഷേ ഇവൻ പറഞ്ഞിട്ടുള്ളത് 3 പേരുടെ കഥ മാത്രമാണ്. ബാക്കി 3 പേരുടെ കഥ ഇവൻ സംസാരിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ഒരു തോന്നൽ എന്താ? എൻ്റെ തോന്നൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഒരു RS പ്രവർത്തകൻ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു വർഗീയാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് BJPക്ക് കടന്നു വരാനുള്ള ഒരു പാത ഈ വിഷയത്തിലൂടെ ഉണ്ടാക്കുകയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഏകദേശം ഒരു കഥ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്കിനി ഈ കഥ ഒരു രസത്തിൽ തന്നെ പോവേണ്ടതുണ്ട്. കാരണം ഇതൊരു ഫാബ്രിക്കേറ്റഡ് മാനിപ്പുലേറ്റഡ് സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയെ നമുക്ക് ഘട്ടം ഘട്ടമായി തന്നെ പൊളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കഥ നമുക്ക് അടുത്ത ആളുകളിലേക്ക് എത്തുമ്പോൾ തുറന്നു പറയാം. പിന്നെ ശശിയേട്ടന് ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കുക? എനിക്ക് ഇവിടെ മദ്യമാഫിയനെ വളരാൻ അനുവദിക്കില്ല. അതിന് ഞങ്ങൾ ഇനി എത്ര ഇത് വന്നാലും ഞങ്ങൾ രാഷ്ട്രീയമോ ജാതിയോ ഇതൊന്നും നോക്കില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ എതിർക്കും. പിന്നെ ഇവിടെ കിറ്റ് കൊടുത്തു എന്തൊക്കെ ഉള്ള പ്രലോഭനങ്ങൾ ചെയ്തിട്ട് അവർക്ക് വീട് നേരാക്കി കൊടുക്കുക, അവരുടെ മതം മാറ്റും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ സാധാരണ ഇപ്പോൾ ഈ കൊറോണ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കിറ്റായിട്ടും എല്ലാ സഹായം ചെയ്യുന്നുണ്ട്. ആരോടും മതം മാറാനോ രാഷ്ട്രീയം മാറാനോ ഒന്നും ഇന്നവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നെ സംബന്ധിച്ച് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളും കൊടുക്കാറുണ്ട്. ഞങ്ങൾ ആരോട് പാർട്ടി മാറണമെന്ന് ഇന്നവരെ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അറിവ്. ലീഗായാലും മാർക്സിസ്റ്റ് ആയാലും അങ്ങനെ ആരും ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഇവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചോദിച്ചാൽ അത് ഇവർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. മണികണ്ഠൻ ഒരു CPM അനുഭാവിയാണ്, ഒരു ഇടതുപക്ഷ അനുഭാവിയും ഒരു കോൺഗ്രസ്സുകാരനും പച്ചക്ക് ആ കഥ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. നേരത്തെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. നേരത്തെ കുറച്ച് ഇതിൻ്റെ തുടക്കം ഞങ്ങളെല്ലാവരുടെ വീട്ടിലും പോയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു ഇങ്ങനൊരു സംരംഭം രൂപീകരിക്കുന്നുണ്ട്, പൗരസമിതി. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പെറ്റീഷൻ ഫയൽ വേണ്ടിയിട്ട് എല്ലാവരും ഒപ്പുശേഖരണം കാരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഹിന്ദു മതവിശ്വാസിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കൂടുതലും
മുസ്ലിം സമുദായക്കാരാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ ഉണ്ടാകുന്നത് ആരായിരിക്കും? മുസ്ലിം മതവിശ്വാസികളായിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനൊഴികെ ബാക്കിയുള്ള എല്ലാവരും മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ പറഞ്ഞത്, നിങ്ങളൊരു മതവർഗീയത്തെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഇതിലേറ്റവും എല്ലാവരും ഉള്ളത് മുസ്ലിങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ കൂട്ടായ്മയിലെ എല്ലാവരും നിങ്ങൾക്ക് മുന്നേ ഞാൻ മുൻകൂട്ടി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ മുസ്ലിങ്ങൾ ഇനി ആ വീട്ടിലേക്ക് പോകണ്ട, മുസ്ലിം മതവിശ്വാസികൾ അതിലേക്ക് പോകണ്ട, അവിടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഹിന്ദു മതവിശ്വാസികളെ കൂടി കൂട്ടിച്ചേർന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ടാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പേരിൽ മണികണ്ഠൻ എന്തെങ്കിലും അറ്റാക്കോ കാര്യങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒരു അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഞാൻ കാലത്ത് ജോലിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ വഴിയുള്ള തന്നെയാണ്. ആരും അത്തരത്തിലൊരു പെരുമാറ്റമോ ഉണ്ടായിട്ടില്ല. പിന്നെ ആദ്യത്തെ ഒരു വട്ടം അവരെന്നെ പോലീസ് പിടിച്ചുകൊണ്ട സമയത്ത്, തിരിച്ച് അവരിറങ്ങിയ സമയത്ത് ഞാൻ ഇറങ്ങിയടാ എന്നൊരു വാദം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഞാനത് പിന്നെ വാക്കുകൊള്ളാൻ പോയില്ല. നിങ്ങളുടെയൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചപ്പോൾ അവര് തിരിച്ചിറങ്ങിയ സമയത്ത് ഒരു ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിന് എല്ലാവരും ഉണ്ടല്ലോ, ഈ ലഹരി മാഫിയ വിഭാഗത്തിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇത് ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നമായി കാണിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അതെ, അതാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിനെ ഞങ്ങളെല്ലാവരും ഈ എല്ലാവിധ മതവിശ്വാസികളും ഒത്തൊരുമിച്ച് അതിനെ തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ മതേതരവാദികൾക്ക് മുന്നിലൊക്കെ നിങ്ങളൊക്കെ മുട്ടുകുത്തി നിൽക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആ മതേതര മുഖം ഇവരെ പോലെയുള്ള ആളുകളിലൊക്കെയാണുള്ളത്. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ബുദ്ധനെയും പാഴ്സിയെയും എല്ലാ ആളുകളെയും ഒരേ കണ്ണിൽ കാണുമ്പോഴാണ് ഗാന്ധിജി കണ്ട ഇന്ത്യ ഉണ്ടാവുന്നത്, അംബേദ്കർ കണ്ട ഇന്ത്യ ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് മറ്റു ചില ആളുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അവരുടെ ബൈറ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ഫൈനലിലേക്ക് കിടക്കാം. നമ്മളൊരു പ്രായം കൂടി, നമ്മളൊരു മുത്തശ്ശിയുടെ ഒക്കെ പ്രായത്തിലുള്ള തങ്കമ്മ എന്ന വിളിപ്പേരിലുള്ള നമ്മളൊരു തങ്കച്ചേച്ചി കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ് അല്ലേ? അപ്പൊ എന്തായാലും എന്താണ് ചേച്ചി വിഷയത്തിൽ പറയാനുള്ളത്? കഞ്ചാവ്, അതായത് ഈ വയലില്ലേ, ഞാൻ ക്ലോസ് ഷോട്ട്സ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വയലിലാണ് ഇവരെന്ത് ചെയ്യുന്നുള്ളത്, കഞ്ചാവ്. ഈ കഞ്ചാവ് മാഫിയക്കെതിരെ കഞ്ചാവും പിന്നെ മദ്യമൊക്കെ കച്ചവടം ചെയ്യാൻ വന്നവരെ പിന്നെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് നമ്മുടെ തങ്കമ്മ പറയുന്നുള്ളത് അല്ലെ? എന്തായാലും അതന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. ഈ പ്രായത്തിലും ഈ ആർജവമുള്ള നിലപാടെടുക്കാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റുണ്ടല്ലോ. എടാ വർഗീയവാദി, നീയൊക്കെ കണ്ടുപഠിക്കേണ്ടതാ ഈ അമ്മയുടെയൊക്കെ മനസ്സിനെയാണ്. ഈ പ്രതികരണ ശേഷിയുള്ള ഈ വാക്കുകളെയൊക്കെയാണ് നീയൊക്കെ കണ്ടുപഠിക്കേണ്ടത്. എന്റെ പേപ്പർ ഞാൻ ജോലിക്ക് പോകാനാണ്. എന്റെ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. വീട്ടിലേക്ക് സന്ധ്യക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉമ്മാക്കിയിരിക്കാൻ പറ്റില്ല. ചെക്കന്മാര് ഒരുപാട് ഇവിടെയുള്ള പയ്യന്മാരാണെങ്കിൽ ഓക്കെ, നമ്മൾക്ക് നാട്ടിലുള്ള പിള്ളേരെ. പക്ഷെ പുറത്തുനിന്ന് ബൈക്കുമ്പോൾ വന്നിട്ട് ഭയങ്കര ഞാൻ ഇവിടെ പിള്ളേരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശല്യം ഉണ്ട് പിള്ളേർക്ക്, നമുക്ക് സന്ധ്യ ആകുമ്പോൾ വിളക്ക് വെക്കണം, ഫാദർ അടച്ചിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരെല്ലാതും ഇടപെട്ടിട്ട് അത് ഒഴിവാക്കി. പിന്നെയാണ് ഈ അടി ഇതൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എപ്പോഴും വീട്ടിലിരിക്കുന്ന ആളൊന്നുമില്ല. നമുക്ക് ജോലിക്ക് പോകണം, പിള്ളേർ സ്കൂളിൽ വരുമ്പോ വീട്ടിലാരും ഉണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യം ആകുമ്പോൾ മക്കൾ ഇങ്ങനെ വന്നിട്ട് ചെക്കന്മാര് വന്നിട്ട് വെറുതെ വർക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നവർ ഇപ്പൊ അതൊന്നുമില്ല. ഇതേ ആദ്യം അവർക്ക് ചെയ്താൽ മതി. പിന്നെ ഇവര് ചോദ്യം ചെയ്തതിന് വാശിയായി, വൈരാഗ്യമായി, ഞങ്ങളെന്താ ഇല്ലാതെ, ഞങ്ങളെന്താ പാർട്ടിയാല്, അങ്ങനൊക്കെ ഒരു വൈരാഗ്യം. അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അപ്പുറത്തുനിന്ന് കാട്ടിയാലും ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു മനോഭാവം നാട്ടുകാരുടെ ഈ ഒരു പ്രക്ഷോഭ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഗുണമായി. സത്യം. ഞാൻ കുറെ മുന്നേ ചെയ്യണ്ടായിരുന്നു. ഇതിപ്പോ കുറച്ച് വൈകിന്നാ പറഞ്ഞു. കച്ചവട ചെക്കന്മാര് കച്ചവടം ഒന്നും കൂടി കൂടിപ്പോ ഞങ്ങള് ഇവിടുത്തെ മാറ്റർ തന്നെ ഈ ലഹരി മാഫിയ വിരുദ്ധത്തിന് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ചാനലിൽ ഞങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ആകെ അങ്ങോട്ട് മറിഞ്ഞ പോലെ. ഞങ്ങളെ മാറ്റർ വേറെ, ഞങ്ങൾ ഇഷ്യൂ വേറെ ആയിരുന്നു. ലഹരി മാഫിയ വിരുദ്ധത്തിനാണ് ഇവിടെ എല്ലാവരും നാട്ടിൽ എല്ലാവരും കൂട്ടുകെട്ടായി ഒരുമിച്ച് ശേഖരണം നടത്തി ഞങ്ങളത് കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്നൊക്കെ മാറി ഇപ്പം തന്നെ നമ്മൾ ചാനലിൽ കണ്ടപ്പോൾ വെറും അതിൽ മതം മാറ്റം അങ്ങനെ ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതൊരു ലഹരി മരുന്ന് മാഫിയക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. രാവിലെ ഉണർന്നെണീക്കുമ്പോൾ ഇവന്റെ വീഡിയോ കാണുമ്പോൾ കഥയാകെ ഒരു ഉത്തരേന്ത്യൻ മോഡലിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെ? അവര് പറഞ്ഞതൊക്കെ അവരിപ്പോ ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഇവര് മുസ്ലിങ്ങൾ മതം മാറാൻ പറയുക, അതൊക്കെ അനുഭവിക്കും.
ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ 8 വർഷമായി. ഇവരെ കൊണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഇവരെന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകെട്ടാ, നല്ല ഇതാണ് ഇവരൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല. പിന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ടുള്ള ചെക്കന്മാരുടെ ഓരോ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ മക്കൾ വലുതായി വരുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആവരുത് എന്നുള്ള ഒരു ഇതുണ്ട്. ലഹരി മരുന്നിനൊന്നും അടിമയാകരുത് എന്നുള്ള ഒരു എനിക്കുണ്ട് 2 മക്കൾ. അതുകൊണ്ട് എന്തായാലും തടഞ്ഞു പറ്റും. എന്തായാലും നമുക്ക് ഈ വാർത്ത പുറത്തു വരുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം കിട്ടും. എന്താ ഇത് പറയുന്നത് ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഇത് ജാതിയുടെയും മതത്തിന്റെയും പേരില് ലഹരി മാഫിയ അതിൽ മുന്നിൽ താഴരുത്. അവരെ പൊട്ടിക്കൊണ്ട് തന്നെ വേണം അവർക്ക് മുന്നിൽ എല്ലാ ഇതും അവരുടെ മുന്നിൽ കൊണ്ടുപോകും. അതായത് ഇനി ഇവനെ പോലെയുള്ള 10 അവതാരകന്മാരോ അല്ലെങ്കിൽ 100 അവതാരകന്മാരോ വന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഒരു അവതാരമായി മാറിയിട്ട് അവന് കൃത്യമായ മറുപടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നുള്ളത്. അതായത് ഈ വർഗീയ പുകയുടെ മറവിൽ ലഹരി മരുന്ന് കച്ചവടം അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. നിജു ചേച്ചി, ഇവിടെ നിലവിലെ നടന്ന ഈ വിഷയം അതിൽ ഈ അമ്മമാര് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം? കാരണം ഞങ്ങളെ കൊറോണ ആയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇപ്പോൾ ഹിന്ദുസ് ആയാലും പാർട്ടിക്കാരായിട്ടും മുസ്ലിംസുമായിട്ടും ഒക്കെ കിട്ടി കൊടുക്കുന്നുണ്ട്. അവരൊന്നും ഞങ്ങളോട് ആരും ഇതുവരെ മതം മാറാനാന്നാ, വീട് പണി ചെയ്ത് തരാന്നാ, അതോ മകളുടെ കല്യാണം കഴിച്ചു കൊടുക്കാന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു 5-8 ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട്, അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. പിന്നെന്താ പിന്നെ ഈ ഭാഗത്ത് ലഹരി വിൽപ്പന എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് റോഡ് സൈഡിലാണ്, ആ അമ്പലത്തിന്റെ ഭാഗത്താണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ ഉമ്മാർത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴും അതായത് രാത്രി 10 മണിയായാലും 11 മണിയായാലും, പക്ഷെ സ്ഥിരമായിട്ട് 10 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം കുട്ടികൾ പോകാറുണ്ട്. അവരെല്ലാവരും ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഈ അമ്പലത്തിന്റെ അവിടേക്ക് വന്നിട്ട് അവിടെ സ്റ്റോപ്പ് നിർത്തി അവിടെ നിന്ന് വർത്താനം പറയുക ചെയ്യാറ്. പിന്നെ പിന്നെ അവിടെ ബഹളങ്ങളൊക്കെ കേൾക്കാറുണ്ട്, ചെക്കന്മാര് വർത്താനം പറഞ്ഞ് കളിച്ചിരിക്കുന്ന വർത്താനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈ അമ്മമാര് പറയുന്നത് കേട്ടില്ലേ, എത്ര സത്യസന്ധമായിട്ടാണ് ഇവർ സംസാരിക്കുന്നുള്ളത്. ഇവരുടെ ഈ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ സംസാരത്തിന്റെ ആ പക്വതയുടെ ഒരു ഭാഗമെങ്കിലും ഈ 3 അമ്മമാർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിദ്വേഷ പരാമർശത്തിന് അവര് തയ്യാറാകുമായിരുന്നു. ചിന്തിക്കേണ്ടതുണ്ട്. ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തെയാണ് ഇവിടെ വർഗീയവൽക്കരിച്ച് ഞങ്ങളെ മതം മാറ്റുന്നു, ഞങ്ങളെ മതപരിവർത്തനത്തിന് ഇരയാക്കുന്നു, ഞങ്ങളെ ഭയപ്പെടുത്തുന്നു, ഞങ്ങളുടെ മക്കളെ ആട്ടിയോടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഈ പോരാട്ടത്തിൽ നിന്ന് ഈ പോരാട്ടത്തിൽ നിന്ന് ഈ അമ്മമാരും ഇവിടെയുള്ള സഹോദരിമാരും ഒരടി പിന്നിലോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു ഉത്തരേന്ത്യയാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് ഈ അമ്മമാർ നിങ്ങളോട് തുറന്നു പറയുന്നത്. ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി രൂപീകരിച്ച ജാഗ്രതാ സമിതിയുടെ ചെയർമാൻ അഷ്റഫ് സാഹിബ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പറയുന്നത് ഇവരൊക്കെ STPIക്കാരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു STPI സ്പോൺസേർഡ് ആണോ? അങ്ങനെയല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു വിഷയം അതിലില്ല. ഞങ്ങൾ ഈ പൗരസമിതി രൂപീകരിച്ച അന്ന് മുതലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതസ്ഥരും ഈ സമിതിയിലുള്ളതാണ്. അതിലിപ്പോൾ ഇവർ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് തന്നെ നെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ലഹരി മാഫിയ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണം, അത് ഒഴിവാവണം. വരും തലമുറയ്ക്കും ഞങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരണം. അതിനുള്ളൊരു പ്രയത്നത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇനിയും ഞങ്ങൾ ഇതേ ശക്തിയോടെ തന്നെ ഇനിയും മുന്നോട്ട് പോകും എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അവതാരകനായാലും മറ്റുള്ളവരായാലും ഒരു ടാർഗറ്റ് ചെയ്തിട്ട് പറയുന്നത് STPI ആണ്. STPI മാത്രമല്ലല്ലോ ഇതിനകത്തുള്ളത്. ഒരിക്കലും അല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. അപ്പോൾ ഈ STPI മാത്രം ഇവർ ഈ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? ഒരു വർഗീയ ധ്രുവീകരണം. അതൊരു വർഗീയത ഇല്ലാത്തൊരു കാര്യം ആണ് വർഗീയത ഞങ്ങളുടെ നാട്ടിൽ. അതെങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അവരുടെ. അതെല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ തലയിൽ കെട്ടിവെക്കാണ്. അതെ, അത് ഒരു യാഥാർത്ഥ്യം. ഈ അമ്മമാരുടെ ഇത്തരത്തിലുള്ള ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു 3 അമ്മമാർ
ഇവർക്ക് ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ ഞെട്ടലുണ്ടാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ മൊത്തം നാട്ടുകാർ മൊത്തം ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്ന എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം ഞങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം. പിന്നെ പറയാനുള്ളത്, ഈ 3 അമ്മമാരുടെ മക്കൾ മാത്രമല്ല ഇതിലുള്ളത്, ഇനിയും 3 പേരുണ്ട്. അതിൽ മുസ്ലിങ്ങൾ, അതിൽ 2 മുസ്ലിം ഉണ്ട്, ഒരു ക്രിസ്ത്യാനിയും ഉണ്ട്. അവരെ ഇതിൽ ബന്ധപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇനി ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവർ ഈ 3 പേര് ഇപ്പോൾ ഞങ്ങളെ മതം മാറ്റാൻ വന്നതെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ, ഈ ഇതര മതസ്ഥരുടെ കാര്യം അവർ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. ഒരു സ്ഥലത്ത് അവർ പറയുന്നില്ല. പ്രതിപാദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം മാറും. അതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു STPയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണ നീക്കത്തിന് ഇവർ മുന്നോട്ട് വരുമ്പോൾ അത് തീർച്ചയായും തടയപ്പെട്ടേ പറ്റൂ. 100%. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയെ വർഗീയ ചേരിതിരിവുണ്ടാക്കിയിട്ട് അതിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇവർ ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണത്. ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ കമ്മിറ്റിയെ മാറ്റിയിട്ട് ലഹരി മാഫിയകൾക്ക് ഒരു വഴി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പൗരസമിതിയുടെ ചെയർമാനും കൺവീനറുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇദ്ദേഹം മുൻ ഡെപ്യൂട്ടി കളക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം പൗരസമിതിയുടെ കൺവീനറാണ്. നമുക്ക് 2 പേരോടും വളരെ വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം. സ്വാഭാവികമായിട്ടും വിഷയം മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നുള്ളത്. ഈ ചിയാനൂർ വിഷയം ഇപ്പോൾ പോകുന്നുള്ളതൊരു വർഗീയ ലെവലിലേക്കാണ്. അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. അപ്പം അതിനെ പ്രതിരോധിക്കേണ്ടത് ഏത് രീതിയിലാണ്? സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം? ചിയാനൂർ നടന്നത് അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ലഹരിക്ക് അടിമയാക്കുന്ന രീതിയിൽ ലഹരി പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിനെതിരെ അവിടെ തന്നെയുള്ളൊരു ചെറുപ്പക്കാരും കുടുംബാംഗങ്ങളും മാതാക്കളും പിതാക്കളും എല്ലാം കൂടി ഒരു വേദി ഉണ്ടാക്കുകയും ആ വേദിയിൽ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അവരാരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ആദ്യമായി നടത്തിയത് ബോധവൽക്കരണ പരിപാടികളൊക്കെയാണ്. അത് വന്നപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ പൗരസമിതിയെ സംബന്ധിച്ചിടത്തോളം പൗരസമിതി വിളിച്ചു കഴിഞ്ഞാൽ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്നതാണ്. ഈ മേഖലയിൽ എവിടെയും ഇത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ്റെ വീട് ആക്രമിച്ചു എന്ന്. അപ്പോഴാണ് പൗരസമിതി ഡയറക്റ്റായി അവിടെ ബന്ധപ്പെട്ടത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കാണാൻ കഴിയുന്നത് വീടിൻ്റെ ജനലുകളൊക്കെ അടിച്ചു തകർക്കുകയും ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് കണ്ടത്. അപ്പോൾ അവിടെ ആളുകളെ ബന്ധപ്പെട്ടു, ഞങ്ങൾ പോലീസുമായൊക്കെ ബന്ധപ്പെട്ടു, ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന രീതിയിലൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിലൊരു ഡൈവേർഷനിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും അവിടെ ഇതിൻ്റെ പ്രതികളായ ആളുകൾ, ആ കുട്ടികൾ കൂടി രക്ഷപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവരടക്കം രക്ഷപ്പെടണമെന്നാണ്. പക്ഷേ ആ പ്രതികളായ ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന പേരിൽ അത് ഏറ്റവും ഗുരുതരമായ നമ്മുടെ ഈ പ്രദേശത്തിനൊക്കെ അവരുടെ പ്രദേശത്തിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ചങ്ങരകുളം പ്രദേശം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിൽ നിന്നിട്ടുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരം വ്യാപകമായ ഒരു പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ പ്രയാസങ്ങളില്ല, അവർക്ക് അറിയാവുന്നതാണ്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇത് അറിയപ്പെടുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ധാരണ തിരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ സ്വാഭാവികമായിട്ടൊരു വലിയ തെറ്റിദ്ധാരണയാണ് അമ്മമാരടക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലൊരു നിയമ നടപടിക്ക് പൗരസമിതി ഒരുങ്ങുന്നുണ്ടോ? പൗരസമിതിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായി ബന്ധപ്പെടുകയും നാട്ടിലൊരു വർഗീയ ചേരിതിരിവിനും എതിരെ ഇത്തരം രീതിയിൽ നടത്തുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായിട്ട് ആദ്യഘട്ടത്തിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത CI അദ്ദേഹത്തെ ഒരു അനാവശ്യമായിട്ട് ഈ കേസിലേക്ക് വലിച്ചിഴക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. കാരണം വെറുതെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിൽ പറയുന്നുള്ളത്, അദ്ദേഹമാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നുള്ളത്. അതൊക്കെ ഒരു വളരെ മോശമായ രീതിയിലുള്ളൊരു കാര്യമല്ലേ? അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ അജണ്ടയിൽ ഒരു ഇരയായി CI എന്നാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആക്രമിച്ച ദിവസം തന്നെ ഈ ആളുകളെ പിടിക്കുകയും അന്ന് വൈകുന്നേരം തന്നെ അവർ വിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഞങ്ങൾ ചെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് അവരിൽ നിന്ന് പരാതി ലഭിച്ചിരുന്നില്ല എന്നാണ്. പക്ഷേ പരാതിയുടെ ആവശ്യമില്ല, അവർ കണ്ടതാണ്. ഒരു വീട് ആക്രമിക്കപ്പെടുകയും സ്ത്രീകളടക്കം കരയുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നിട്ട് പോലും ഈ ആളുകളെ പിടിച്ച് അവർ വിടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് വരെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൺവീനർ എന്ന രീതിയിൽ ഈ വിഷയത്തിൽ
അവിടെ സത്യത്തിൽ പ്രതികളെ പിന്നെ മനഃപൂർവ്വം രക്ഷപ്പെടുത്താൻ വേണ്ടി വർഗീയ കാർഡ് ഇളക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചിയാനൂർ പ്രദേശം അങ്ങനെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ചേരിയിട്ടുള്ളൊരു പ്രദേശമല്ല. അപ്പോൾ അവിടെ സത്യത്തിൽ യഥാർത്ഥത്തിൽ 6 പ്രതികളാണ് പോലീസിന് മുമ്പിലുള്ളത്. അതിൽ 3 പ്രതികളും ഒരു മതത്തിൻ്റെ ആളുകളാണ്, അതിൽ ഹിന്ദു പേരുള്ള ആൾക്കാരാണ്. ഒരാൾ ക്രിസ്ത്യൻ പേരുള്ള ആളാണ്, 2 പേര് മുസ്ലിം പേരുള്ള ആളാണ്. അപ്പോൾ ഈ 3 പേരെ മാത്രം പിടിച്ചിട്ട് ഒരു വർഗീയ കാർഡ് എടുക്കുമ്പോൾ ബാക്കി 3 പേരെ അവിടെ കാണുന്നില്ല. ശരിയാണ്. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ പിന്നിലുള്ള അജണ്ട കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, അഥവാ ബാർ മുതലാളിമാരോ മദ്യമാഫിയോ ഒക്കെ ചേർന്നുള്ള ഒരു അജണ്ടയാണ് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുള്ളത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് പോലീസിൻ്റെ ക്രൈം ലിസ്റ്റിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വക്കാലത്തിനൊരു മീഡിയ വരുന്നു, അത് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വരുന്നു, എന്നിട്ട് അത് വലിയ രീതിയിൽ വൈറലാക്കുന്നു. ഇതൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ അജണ്ടയിൽ ഇവർ അഭിനയിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അത് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പറയുന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. കാര്യം കൂടി പറയട്ടെ, മതപരിവർത്തനമോ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനമോ നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 2 മാസത്തോളമായി അവിടുത്തെ ഇഷ്യൂ, ഇന്നേ വരെ അങ്ങനെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ല. അതന്നെയാണ് പോലീസും പറഞ്ഞത്. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ മതപരിവർത്തനത്തെ നിർബന്ധിതമായ മതപരിവർത്തനത്തെ ആരും അംഗീകരിക്കുന്നില്ല, ഒരു പാർട്ടിയും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിലും നമ്മുടെ ചങ്ങനാകുളത്തിൻ്റെ സാഹചര്യത്തിലും അതിനെതിരെ എന്ത് നടപടി എടുത്താൽ പൗരസമിതി സ്വാഗതം ചെയ്യും, ഒരു സംശയ കാര്യത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അജണ്ട ഇല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നത് മുഴുവൻ വ്യാജമാണ്. പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റും. അതെ, ആ പരിസരത്തുള്ള സ്ത്രീകളടക്കം ഇപ്പം ഞങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. ഇവരുടെ അയൽവാസികളടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ്. ആ അമ്മമാർ നിസ്സഹായരാണ്. അവരുടെ മക്കൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ പോകുമ്പോൾ അവരുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അമ്മമാരൊക്കെ നിസ്സഹായരാണ്. അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് പിന്നിൽ ആരോ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും. എന്തായാലും നമ്മളുമായിട്ട് പൗരസമിതിയാണ് ഈ വിവരങ്ങളൊക്കെ പങ്കുവെച്ചത്. അടുത്ത കാര്യങ്ങളിലേക്ക്. അവർ മാത്രം ഒരു ചിന്താഗതിയാണ്. കാരണം എന്താ വെച്ചാൽ നിർബന്ധിച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല മതപരിവർത്തനം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അങ്ങനെ അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ എന്താണ്, കാരണം ഈ ഒരു പരാമർശം ചിയാനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഈ ഒരു വിഷയം അത് കേരളത്തിൽ മൊത്തം ചർച്ചയാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള ലേബിൾ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കും ഒരു മെമ്പർ എന്ന രീതിയിലുണ്ടാവുക? അതിനെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല വ്യക്തിപരമായും, ഇപ്പോൾ മെമ്പർ എന്ന നിലയിലും. കാരണം എന്താ വെച്ചാൽ നിർബന്ധിച്ചിട്ട് നമുക്കൊരാളിനെയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെ മതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അവതാരക, നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു ചലഞ്ചായി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? ഈ പറയുന്ന പ്രദേശത്ത് നീ വാ. നീ വിളിക്കുന്ന സമയം, നീ വിളിക്കുന്ന നേരം ഞാൻ വരാം. നമുക്ക് വെല്ലുവിളിയായി ഈ ചലഞ്ച് ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞതാണോ ശരി അഥവാ നീ പറഞ്ഞതാണോ ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നിന്റെ വർഗീയ മുഖം വലിച്ചു കീറേണ്ടത് അത്യാവശ്യമാണ്. ഒരു നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ, ഒരു പഞ്ചായത്തിൻ്റെ, ആ പഞ്ചായത്തിൽ നിന്ന് അതൊരു തീയായി പാറിക്കളിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളും കത്തിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ ഒരു ചലഞ്ചായി ഏറ്റെടുക്കാൻ? ഇനി പറയാം. ആ വീഡിയോയിൽ നീ പറയുന്നുണ്ട് പൊന്നാനിയിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ട് അവരെ പോകാൻ വേണ്ടിയിട്ട് പോലീസുകാർ പറഞ്ഞു എന്ന്. നീയൊക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? പൊന്നാനിയിലേക്ക് മതം മാറ്റാൻ അല്ലടോ പോലീസുകാർ ആ അമ്മമാരോട് പോകാൻ വേണ്ടി പറഞ്ഞത്. മക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആ കേസിൽ ജാമ്യമെടുക്കാൻ പൊന്നാനി കോടതിയിൽ പോകാനാണ് പോലീസുകാർ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തതല്ല, മറിച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ട് നീ തയ്യാറാക്കിയ തിരക്കഥയിൽ അവർ കളിക്കുകയായിരുന്നു. ആ തിരക്കഥ ഞങ്ങളിവിടെ പൊളിക്കുകയാണ്. ഇനി പറയുന്നത്, ഇതേ വീഡിയോയിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർ ഒരു ഒപ്പ് ശേഖരണം നടത്തി, ആ ഒപ്പ് ശേഖരണത്തിൽ എൻ്റെ ഭർത്താവും ഒപ്പുവെച്ചു എന്ന്. ഭർത്താവിന് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ലഹരി മാഫിയകൾക്കെതിരെ
ശക്തമായ പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള STPകാരും ലീഗുകാരും CPMകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ കമ്മിറ്റിയുടെ ഒരു കൂട്ടം ആളുകൾ അവിടെ വന്നിട്ട് ഒപ്പ് ശേഖരണം നടത്തിയപ്പോൾ ആ ഒപ്പ് ശേഖരണത്തിൽ ഈ പറയുന്ന 3 പേരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ഭർത്താവ്, അതായത് ഒരാളുടെ ഭർത്താവ് ഒപ്പ് വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ എല്ലാ വാദങ്ങളും ആ വീഡിയോയിൽ തന്നെ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വെറും 3 പേരെയാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുള്ളത്. എന്നാൽ ഞങ്ങൾ പറയുന്നു 3 പേര് മാത്രമല്ല, 6 പേരുണ്ടായിട്ടുണ്ട്. 6 പേരുടെ പേര് വേണമെങ്കിലും പറയാം. നിസാബ്, ഷഹബാന്, ഡെൽവിൻ. 2 പേർ മുസ്ലിങ്ങൾ, ഒരാൾ ക്രിസ്ത്യാനി, ബാക്കി 3 പേരാണ് ഹിന്ദുക്കൾ. ഈ 3 പേരുടെ കാര്യം മാത്രം പറഞ്ഞ് വർഗീയ ധ്രുവീകരണത്തിനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് ദാ ഇവിടെ പൊളിഞ്ഞു പോവുകയാണ്. മാത്രവുമല്ല, ഇവർക്കെതിരെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ FIR ഉണ്ട്. FIR വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. റഫീഖിൻ്റെ വീട് തകർത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇവർ ഒളിവിൽ പോയിട്ടുള്ളത്. അല്ലാതെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ പേടിച്ചുകൊണ്ടല്ല അവർ ഒളിവിൽ പോയിട്ടുള്ളത്. ലഹരി മാഫിയയുടെയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവർക്ക് പിന്തുണ കിട്ടിയപ്പോൾ നിങ്ങളും കൂടെ ചേർന്ന് ഒരു നാടിനെ തന്നെ ദുരിതത്തിലാക്കാനാണ് ശ്രമിച്ചത്. വീണ്ടും തുടരുകയാണ് എങ്കിൽ വലിച്ചു കീറാൻ ഞങ്ങൾ തയ്യാറാണ്. ക്യാമറമാൻ തബ്ഷീർ അബ്ദുള്ളയോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.